അടുത്ത കുട്ടി വളരെ ഭയങ്കര ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഒരുപാടുള്ള ആൾക്കാർക്ക് മാത്രം കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഭയങ്കരമായ ഒരു ചോദ്യമാണ്. $1,000,000 ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും തയ്യാറായി നിൽക്കുക. ഉത്തരം പറയാനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഭയങ്കരമായ ഒരു ചോദ്യം, എക്സ് മുസ്ലിം ഭീകരവാദം, അത് എക്സ് മുസ്ലിങ്ങളിൽ നിന്നും അതിന്റെ ബ്ലെയിമിങ് അത് മാറ്റാൻ വേണ്ടിയുള്ള അതിശക്തമായ ഒരു ചോദ്യം വരാൻ പോവാണ്. ആ ശക്തി കൊണ്ട് ചിലപ്പോൾ UA ചാനലൊക്കെ ഒന്ന് കിടുങ്ങാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം, ഒരു സംശയം ചോദിച്ചോട്ടെ, ഇത് എക്സ് മുസ്ലിം കിതാബായ ബാലമംഗളത്തിന്റെ ഏത് ചാപ്റ്ററിലാണ് ഇത് പറയുന്നത്? ഇങ്ങനെ ജസ്റ്റിസ് ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. എക്സ് മുസ്ലിംസ് എങ്ങനെയാണ് സാധാരണ, അല്ലെങ്കിൽ അപ്പൊ ഭയങ്കര ചോദ്യമാണ്. കാരണം എന്താ, എക്സ് മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് ഏത് കിതാബിലാണ് പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ കിതാബൊന്നും ഇല്ലല്ലോ. ഇതന്നെയാണ് ഞങ്ങൾ തിരിച്ചു പറയുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കിതാബ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കൺട്രോൾ ചെയ്യാനൊന്നുമില്ല. യു ഹാവ് ലോസ് ഫെയ്ത്ത്. നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതോടുകൂടി യു ഹാവ് ലൂസ് യുവർ കൺട്രോൾ. നിങ്ങളുടെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി നിങ്ങളെ കൺട്രോൾ ചെയ്യാനൊന്നുമില്ല, നിങ്ങളെ നിയന്ത്രിക്കാനൊന്നുമില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു മോറൽ ഫ്രെയിം വർക്ക് ഇല്ല. ഒരു കാറിൽ പോയി പൊട്ടിത്തെറിക്കാൻ പാടില്ല. കാരണം ഇത് പറയുന്നത് വെച്ചാൽ ജസ്റ്റിസ് കിട്ടിയിട്ടില്ല ഈ എക്സ് മുസ്ലിങ്ങൾക്ക്. ജർമ്മനിയിൽ ജസ്റ്റിസ് കിട്ടുന്നില്ല. ജർമ്മനി ആകട്ടെ ഇസ്ലാമിനെ എന്ത് ചെയ്യാണ്, പ്രൊമോട്ട് ചെയ്യുകയാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുകയാണെന്നുള്ളതാണ് ഇയാള് കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ജർമ്മനി ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു, ഈ എക്സ് മുസ്ലിങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു. ഈ കാര്യം ഇവിടെ നടക്കുന്നു. അതിൽ ആ വിഷയത്തിൽ ജസ്റ്റിസ് വേണം എന്നുള്ളതാണ് അയാള് ട്വിറ്ററിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ജസ്റ്റിസ് ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെതായ ഇനി സമാധാനപരമായി നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യും എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് ഇവിടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കൃത്യമായ കിതാബുണ്ട്, കൃത്യമായ മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ച് ഒരാൾ ഈ മാനദണ്ഡത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്താൽ, ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടത്തിയാൽ, ഒരു നിരപരാധികളെ കൊന്നാൽ, ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇത് ഇസ്ലാമിനെതിരാണ്, ഇത് ഖുർആാനിനെതിരാണ്, ഇത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് ഞങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് അത് പറയാൻ പറ്റൂല. ആ സാധനം നേരെ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഇപ്പുറത്തേക്ക് ഇട്ടാണ്. ഏത് കിതാബിലാണ് പറഞ്ഞിട്ടുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഒന്നാമത് ഇവർ പറയുന്ന ഒരു കാര്യം ഇതാണ്. അതായത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്ക് അവര് 7-ാം നൂറ്റാണ്ടിലെ ഖുർആൻ പൊക്കിപ്പിടിച്ച് നടക്കുകയാണ്. അവർക്ക് അതിലുള്ളത് മാത്രമേ വിശ്വസിക്കാൻ പറ്റൂല. അതിങ്ങനെ പൊക്കിപ്പിടിച്ച് നടക്കാന്ന് പറയുമ്പോൾ നമ്മൾക്ക് പറയാനുള്ളത് തന്നെയാണ്. അതായത് ഈ കിതാബ് നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഇപ്പോ ജസ്റ്റിസ് കിട്ടിയില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയി പൊട്ടിത്തെറിക്കുക അല്ലെ. അത് പൊട്ടിത്തെറിക്കരുത് എന്ന് പറയാൻ ഇവർക്ക് ഒബ്ലിഗേഷൻസ് ഒന്നുമില്ല, കാരണം ഇവർക്ക് കിതാബില്ല. അത് തന്നെയാണ് നമ്മുടെ വാദം അല്ലെ. ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നോ ചെയ്യണമെന്നോ പറയാൻ നിങ്ങൾക്ക് ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല. അത് നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഇൻഫീരിയോറിറ്റിയാണ്. പക്ഷെ അതിങ്ങനെ അഭിമാനമായിട്ട് ഇങ്ങനെ കൊണ്ടുവരണം നമ്മൾ എന്ത് ചെയ്യും, അത് ഇവിടെ വീണ്ടും സെൽഫ് ഗോൾ ആയിട്ട് പറയണേ. അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു വിഷയമാണ്.